സർ, ബംഗ്ലാദേശിൽ ധാക്കയിലെ ഗിൽഗിത് ദുർഗാ ക്ഷേത്രം പൊളിച്ചു നീക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിന് സർക്കാർ, അവിടുത്തെ മുഹമ്മദ് യൂനസിന്റെ കീഴിലുള്ള സർക്കാർ തന്നെ പറയുന്നത് കയ്യേറിയ ഭൂമി ഒഴിപ്പിക്കുക എന്നൊരു പ്രക്രിയയായി അതിനെ കാണുന്നു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാം, ബംഗ്ലാദേശിന്റെ ഒരു സമരം അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ ആഭ്യന്തര വിഷയങ്ങൾ മതപരമായ ചില അക്രമങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. അങ്ങനെ വേണ്ടേ കരുതാൻ ഈ ദുർഗാ ക്ഷേത്രം പൊളിച്ചു മാറ്റിയതിലൂടെ? അത് വലിയൊരു തന്ത്രമാണ്. ഏതായാലും ഇപ്പൊ ഈ ദുർഗാക്ഷേത്രം പൊളിച്ചു മാറ്റിയത് യൂനസിന്റെയും ആ ഗവൺമെന്റിന്റെയും ഒരു തന്ത്രമാണ്. പക്ഷെ അത് തിരിച്ചടിച്ചിട്ടുണ്ട്. കാരണം ഹിന്ദുക്കൾ തെരുവിലിറങ്ങി വളരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കി, മതമൗര്യവാദികളെ ഓടിച്ച് വീട്ടിൽ കയറ്റി, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധം വളരെ കൃത്യമായിട്ട് ഉണ്ടായി. ഇതുവരെ ഹിന്ദുക്കളെ അടിച്ചമർത്തുന്നതായിട്ട് കണ്ടിരുന്നിടത്ത് ഹിന്ദു എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പാകിസ്ഥാനിലെ കൂട്ടല്ല, അവിടെ കുറെ ഹിന്ദുക്കൾ കൂടുതൽ, അപേക്ഷിച്ച് കൂടുതലുള്ള സ്ഥലമാണ്. പണ്ടത്തെ അത്രയും ഇല്ല. ഒതുങ്ങിക്കൊടുത്തത് കൊണ്ട് ഇല്ലായ്മ ചെയ്തും മതം മാറ്റിയും ഒക്കെ ഹിന്ദുക്കളെ ആ രീതിയിൽ അവിടെ ഇല്ലായ്മ ചെയ്തതാണ്. പക്ഷെ ഇപ്പം ഉള്ള ഹിന്ദുക്കൾ വളരെ കൃത്യമായിട്ട് സംഘടിക്കുന്നു. അതിന്റെ പുറകിൽ അവർക്കൊരു ശക്തി, ആ സംഘടിക്കാൻ ഒരു ശക്തി എവിടെ നിന്നോ ഉണ്ടാവുന്നു. മാത്രമല്ല, ഈ വിഷയത്തിനകത്ത് അടിയന്തരമായിട്ട് ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ ഇന്ത്യ ഇടപെട്ടിരുന്നു. ഈ പറയുന്ന പല രാജ്യങ്ങളും ഇടപെട്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെട്ടു. സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെ പൊറുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല എന്നുള്ള രീതിയിൽ. നിങ്ങൾക്കറിയാമോ, ഈ ഇതിനകത്തൊരു വലിയൊരു കാര്യമുണ്ട്. കാരണം ഈ യൂനസ് എന്ന് പറയുന്ന ആൾ അവിടെ വന്നറിയാം, ഒരു അട്ടിമറിയിലൂടെ വരുന്നു, ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ വരുന്നു. അതിന്റെ പുറകിലൊക്കെ ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ട്. ഇയാളുടെ പുറകിൽ ഇപ്പോഴുള്ളതും ജമാഅത്തെ ഇസ്ലാമി, അന്നിന്റെ എല്ലാം പ്ലാനിങ് ഈ മതമൂല്യവാദമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. അതിന്റെ പുറകിൽ പാകിസ്ഥാനുമാണ്. പാകിസ്ഥാൻ അതിന് ശേഷമുള്ള കടന്നുകയറ്റം നമുക്ക് മനസ്സിലായത്. അപ്പം ഈ പറഞ്ഞതുപോലെ ഇയാളെ ഒരു താൽക്കാലിക സംവിധാനമായിട്ട്, അല്ലെ അട്ടിമറിക്ക് ശേഷം അവിടെ കൊണ്ടുവരുന്നു. അതിന്റെ പുറകിലൊക്കെ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അത് അമേരിക്ക ആണെന്ന് പറയുന്നു. കാരണം അതുവരെ അയാൾ അമേരിക്കയിലായിരുന്നല്ലോ. അപ്പൊ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ അതിനുശേഷം ഒരു ഇലക്ഷൻ കൊണ്ടുവരുന്നു. ആ ഇലക്ഷന് വേണ്ടിയാണ് ഈ പറയുന്ന ഒരുപക്ഷെ പ്രതിപക്ഷ BLP അതിന്റെ കൂടെ നിന്നത്, വിദ്യാർത്ഥികൾ കൂടെ നിന്നത്. ഈ വിദ്യാർത്ഥികൾ ഇലക്ഷനെ പ്രതീക്ഷിച്ചായിരിക്കും അവർ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയൊക്കെ ഇപ്പൊ ഉണ്ടാക്കി. അപ്പം ഈ അധികാരത്തിൽ വന്നതിന് ശേഷം യൂനസിന്റെ മനസ്സിലിരിപ്പ് ഇലക്ഷൻ നടത്താതെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരു നീക്കം, അല്ലെങ്കിൽ അതാണ് അയാളുടെ താല്പര്യം തന്നെ. അയാൾ പറയുമ്പോൾ പറയും 2026 വരെ നടത്താം, അല്ലെങ്കിൽ നടത്താം, അത്തരത്തിൽ നടത്താം. അപ്പം ഇയാളുടെ അവിടെ ആദ്യം ഉണ്ടായിരുന്ന പിന്തുണ, ജനപിന്തുണ, അയാളുടെ കൂടെ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ, അവർക്കൊക്കെ അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹസീന എന്ന് പറയുന്ന ആളിനെ മാറ്റിയിട്ട് അവർക്ക് വരാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം, ഒരു ഇലക്ഷൻ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സാഹചര്യം. പക്ഷെ അത് ഉണ്ടാവുന്നില്ല. യൂനസ് പിടിച്ചു നീക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ യൂനസിന്റെ പുറകിൽ നിന്ന് പിടിച്ചു നീക്കണമെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടി നിന്ന മതമൂല്യവാദികൾ, അല്ലെങ്കിൽ സമരമെടുത്ത വിദ്യാർത്ഥി സംഘടനകൾ, പ്രതിപക്ഷ കക്ഷികളൊന്നുമില്ല. ഇപ്പൊ ആ പഴയ ജമാഅത്തെ ഇസ്ലാമി മാത്രം ഉണ്ടാകുന്ന സമയമുള്ളൂ. അതുകൊണ്ട് ഇയാൾ സിന്ദൂറിന്റെ സമയത്ത്, അത് നമ്മൾ വാർത്ത വന്നതാണ്, ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടോ, ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. സിന്ധുവിന്റെ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്ലാനിങ് പക്ഷേ പൊളിഞ്ഞുപോയി. അല്ലെങ്കിൽ അത് ആ അവിടുത്തെ തന്നെ പട്ടാള മേധാവി ഇടപെട്ട് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ അന്നൊരു വാർത്ത വന്നു. എന്താണ്? നമ്മളോട് അടിച്ചാൽ രക്ഷപ്പെടുന്നുണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുന്നതാണ്. ഒന്നുമല്ല, അവിടെ ഒരു പ്രശ്നം. ഇന്ത്യയെ കയറി ചേർച്ചാൽ ഇന്ത്യ പെടലിക്ക് അടിച്ചു കൊടുക്കും. പെടലിക്ക് അടിച്ചു കൊടുക്കുമ്പോൾ അപ്പം അവിടെ ഇന്ത്യ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഇന്ത്യയെ തിരിച്ചടിക്കാൻ ശ്രമിച്ചു. പരാജയമായാലും വിജയമായാലും അത് തിരിക്കാൻ ശ്രമിച്ചു. അപ്പം ആ ഒരു യുദ്ധം എന്ന് പറയുന്ന പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് പോലെ വിഘടിപ്പിച്ച് നിൽക്കുന്നവരെ രാജ്യസ്നേഹത്തിന്റെ മറവിൽ കൂട്ടായ്മ ഉണ്ടാക്കി, അല്ലെങ്കിൽ അതുവരെയുള്ള പ്രശ്നങ്ങൾ മറച്ചു പിടിച്ച് വീണ്ടും അവിടെ അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടി ഇയാളുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ മതമൂല്യവാദത്തിന്റെ ഭാഗമായിട്ടും ഉള്ള പട്ടാളത്തിലെ ചില ഉദ്യോഗസ്ഥന്മാരെ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അതിനകത്ത് ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, പഴക്കമുള്ള ഉദ്യോഗസ്ഥന്മാരല്ല, അതിനകത്ത് ചെറുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചതിന് നീക്കം നടത്തി. അവസാനം പട്ടാള മേധാവി ഇതറിഞ്ഞു. അയാൾ പറഞ്ഞു, ഈ പറയുന്ന കളി ഇന്ത്യയോട് കളിക്കാൻ പോകണ്ട, ഇന്ത്യയോട് കളിച്ചാൽ ഒരുപക്ഷെ ഇപ്പൊ ഇരിക്കുന്ന കളിക്കാൻ പോകുന്ന ബംഗ്ലാദേശ് ആയിരിക്കത്തില്ല കളി കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. കാരണം നമ്മുടെ പല പ്രദേശങ്ങളും ഇന്ത്യയുടെ കയ്യിലാണ്. അപ്പം മുനീർ, ഞാൻ പറഞ്ഞു വന്നത്, മുനീറിന്റെ ലക്ഷ്യം
ഇപ്പൊ ഈ ഒരു ഈ റെയിൽവേ അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കുന്നു, അവിടെ ഒരു അമ്പലം ഉണ്ടാകുന്നു, അമ്പലത്തിലെ വിഗ്രഹം എടുക്കുന്നു, വിഗ്രഹം എടുത്ത് തോട്ടി കളഞ്ഞിട്ട് പറയുന്നത് ഞങ്ങളിത് നിഗമഞ്ജനം ചെയ്തു, നമ്മൾ പറയത്തില്ലേ, എടുത്ത് തോട്ടി കളഞ്ഞിട്ട് ചോദിച്ച പറഞ്ഞു നിമഞ്ജനം ചെയ്താണെന്ന് പറയുന്നു. അപ്പൊ അവിടെ ഹിന്ദുക്കൾ ഇളകുന്നു. അപ്പം അവിടെ ഈ പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഇപ്പൊ ആ അട്ടിമറിക്ക് ശേഷം ഹിന്ദുക്കളെ കൊല്ലുകയും അത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് വീണ്ടും അതേ രീതിയിൽ ഉരുത്തിരിച്ച് ഒരു മത സ്പർദ്ധ ഉണ്ടാക്കി ആൾക്കാരെ കൂട്ടിത്തടിച്ച് പിടിച്ചു നിൽക്കുന്നതിന് ശ്രമിക്കുന്ന ഒരു യൂനസ്, അതിനുവേണ്ടിയുള്ള ഒരു നീക്കമാണ്. ഇപ്പം യൂനസിന് വട്ടത്തിലടി കിട്ടുക. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു കപ്പൽ പിടിച്ചു വെച്ചു. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ? റഷ്യയിൽ നിന്ന് കള്ളക്കടത്ത് നടത്തുന്ന കപ്പൽ, ഗോതമ്പുമായിട്ട് വരുന്ന കപ്പൽ യുക്രൈൻ പിടിച്ചു വെച്ചു. ഈ 2014 സമയത്ത് യുക്രൈനിലെ പ്രധാനപ്പെട്ട കൃഷിയാണ് ഗോതമ്പ് കൃഷി. ആ ഗോതമ്പ് കൃഷിക്കകത്ത് അവിടുന്ന് ആ ഗോതമ്പ് ഇവന്മാർ അവിടെ നിന്ന് വിൽക്കും. റഷ്യക്കാർ വിൽക്കുമ്പോൾ മാന്യമായിട്ടുള്ളവരാരും മേടിക്കത്തില്ല, ഇതുപോലെ കള്ളന്മാർ മാത്രം മേടിക്കും. അപ്പം റഷ്യ ആ ഗോതമ്പ് കടത്തിക്കൊണ്ടിരുന്നത് നേരത്തെ ഈ 2025 ആദ്യ സമയത്ത് ഇതുപോലെ നേരത്തെ 2-3 കപ്പൽ പിടിച്ചതാണ്. പിടിച്ചിട്ട് താക്കീത് കൊടുത്തു. ഇന്നലെ അവർ ഈ പറഞ്ഞ ലൈസൻസ് ഇല്ലാത്ത കപ്പൽ, ഈ റഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ റഷ്യ ലോകമെല്ലാം ഭയക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റഷ്യ ലോകത്തെ ഏറ്റവും വലിയ മാഫിയ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഇന്ത്യ നമ്മൾ പറയത്തില്ലേ വലിയ വലിയ മാഫിയ, ഇവിടുത്തെ കൂട്ടല്ല, ഈ വലിയ മാഫിയകൾ മൊത്തം റഷ്യയുടെ അണ്ടറിലാണ്, അല്ലെങ്കിൽ അതിന്റെ എല്ലാം നിയന്ത്രണം റഷ്യക്ക്. അപ്പൊ റഷ്യയെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം. അപ്പൊ റഷ്യയുടെ കെയർ ഓഫിലുള്ള ഏതാണ്ട് ഒരു കപ്പലുണ്ട്, ഷാഡോ ഫീൽഡ് എന്ന് പറയും. അതായത് ലൈസൻസോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടോ ഒന്നും ഉള്ളതല്ല. ഈ കപ്പലിലാണ് ഇത് കൊണ്ടുവന്നുണ്ട്. അപ്പം യൂറോപ്യൻ രാജ്യങ്ങളുടെ അടുത്ത് പരാതി പറഞ്ഞിട്ട് ആ കപ്പലുകൾ ഇപ്പൊ 32 പിടിച്ചു വെച്ചിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അതിന്റെ യാത്രകളും നിരീക്ഷിക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ റഷ്യക്ക് ഡയറക്റ്റ് അത് ബന്ധമുണ്ടോ എന്ന് സ്ഥാപിക്കാൻ ഇവർക്കാർക്ക് സാധിക്കത്തുമില്ല. അപ്പൊ അന്നേരത്തെ കപ്പൽ ഇപ്പൊ പിടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തോട് പറഞ്ഞിട്ടുണ്ട് ഈ കപ്പൽ ഇവിടെ ഇത്തരത്തിലുള്ള കപ്പൽ ഇതുപോലെ ചരക്കുമായിട്ട് കയറി വന്നാൽ ഇവിടെ നങ്കൂരമിടാൻ അനുവദിക്കരുത്. അതായത് ഞങ്ങളുടെ സാധനം മോട്ടിച്ചോണ്ട് വരുന്നതാണ്, ഞങ്ങളുടെ സാധനം മോട്ടിച്ചോണ്ട് ഇവന്മാര് പോവുകയാണ്. അപ്പൊ അത്തരത്തിൽ കപ്പൽ പിടിച്ചപ്പോ 4 വഴിക്ക് അടിയാ. ഗോതമ്പ് പിടിച്ചു വെക്കുന്ന പറഞ്ഞാൽ അവിടുന്ന് ഈ ഗോതമ്പ് മേടിച്ചാൽ ഇപ്പൊ ഗോതമ്പിന് 4 രൂപ വില ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 3.5 രൂപയ്ക്ക് 2 രൂപയ്ക്ക് കിട്ടും. കാരണം കള്ളക്കടത്ത് സ്ഥാനമാണല്ലോ, നേരാൻ ചുവ വരുന്നതല്ലല്ലോ, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ, വേറെ ആരും മേടിക്കാനില്ലാത്തപ്പോൾ വരുന്നതാണ്. അപ്പൊ ഇതേ രീതിയിലേക്ക് 4 വഴിക്കൂടെ ഇപ്പൊ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നടി ഇന്ത്യ വളരെ കർക്കശമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഹിന്ദുക്കളെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുമെന്നുള്ള രീതിയിൽ. അപ്പൊ അകത്തുനിന്നും പുറത്തുനിന്നും ഇപ്പൊ അകത്തോട്ട് സാധനം കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ആകപ്പാടെ ഇപ്പൊ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ചണമായിരുന്നു. ഇനി വലിയ റേറ്റിൽ നമ്മൾ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിട്ട് എന്നിട്ടും വീണ്ടും മേടിച്ചിട്ട് ഇന്നലെ അത് പൂർണ്ണമായിട്ട് ഇനി ഇതിന്റെ ചണവും വേണ്ട, അല്ലെങ്കിൽ മൊത്തം സാധനവും അവിടുന്ന് കൊണ്ടുവരുന്നത് നമ്മൾ നിർത്തലാക്കി. പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞു, നമ്മുടെ തുറമുഖം വഴി വേറെ രാജ്യത്തിനെന്ന് പറഞ്ഞ് കൊണ്ടുവന്നുകൊണ്ടിരുന്നതും കണ്ടെത്തി നിർത്തലാക്കി. അപ്പൊ എല്ലാ രീതിയിലും പാടെ ഈ പറയുന്ന ബംഗ്ലാദേശിനെ ഒഴിവാക്കി, അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ പെടുത്തി ഇന്ത്യയുടെ പഴയ ഒരു സഹായം ഇല്ലാത്ത രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 4 വഴിക്കൊന്നും അടി കിട്ടുന്നു. ഒരുപക്ഷെ ഉക്രൈൻ താക്കീത് കൊടുത്തിരിക്കുന്നു, ഇപ്പോൾ കപ്പൽ പിടിച്ചു വെച്ചിരിക്കുന്നു. ഇനി ഉണ്ടായാൽ അതിന്റെ മറുപടി അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനം വളരെ രൂക്ഷമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അകത്തുനിന്ന് ഹിന്ദുക്കൾ യൂനസിനെയും ആ ഗവൺമെന്റിനെയും ഇനി ഉപദ്രവിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അതിനകത്ത് ഇടപെടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അത്തരത്തിൽ അനുവദിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അന്നേരം തന്നെ, വളരെ സമയമെടുക്കുന്നതൊന്നുമല്ല, അന്നേരം തന്നെ കർക്കശമായിട്ട് ഇന്ത്യ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഹിന്ദു കയറി മേഞ്ഞു, യൂനസ് പെട്ടു, അല്ലെങ്കിൽ യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും, അല്ലെങ്കിൽ യുക്രൈൻ കപ്പൽ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ മൊത്തത്തിൽ 4 വഴിക്ക് നിന്നും വളഞ്ഞു വെച്ച് ബംഗ്ലാദേശിനെ ആക്രമിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയോട് വെല്ലുവിളിച്ചതിന് ശേഷം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഇത് മുതലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ സാഹചര്യം ഒരു ജനപിന്തുണ ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂനസ് ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഈ ഗമിക്കൊന്നും അവിടുത്തെ ഇപ്പൊ പ്രതിപക്ഷ പാർട്ടികൾക്കും, അല്ലെങ്കിൽ ഇയാളുടെ കൂടെ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ പട്ടാളത്തിനും ഒന്നും താല്പര്യമില്ല. പട്ടാളം അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് ഡിസംബർ വരെ. അതിനപ്പുറം ഇലക്ഷൻ ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ പലരും ഇങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, ധാക്കയിൽ ഉൾപ്പെടെ, തലസ്ഥാനത്ത് ഉൾപ്പെടെ ടാങ്കറുകൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. അന്ന് കൊണ്ടുവന്നിട്ട ടാങ്കറുകളും ആ സംവിധാനങ്ങളും ഒന്നും പട്ടാളം പിൻവലിച്ചിട്ടില്ല. അതായത് പട്ടാളം ഏത് സമയവും തയ്യാറെടുപ്പിൽ തന്നെയാണ്. അപ്പം ഏത് കാരണവശാലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ബംഗ്ലാദേശിലെ യൂനസിന്. അപ്പൊ യൂനസിന്റെ ഒരു നീക്കത്തിനകത്ത് യൂനസ് നീങ്ങിയത് ഒരുപക്ഷെ വീണ്ടും ഒരു
മതത്തിന്റെയും അല്ലെങ്കിൽ മറ്റ് ചിലതിന്റെയൊക്കെ പ്രശ്നം പറഞ്ഞ് ആനുകൂല്യം ഉണ്ടാക്കി യുദ്ധം ഉണ്ടാക്കിയൊക്കെ പിടിച്ചു നിൽക്കാനാണ് സാധിക്കുന്ന ഒരു അവസ്ഥയില്ല. അന്ത്യശാസനവുമായിട്ട് ഒരുപക്ഷെ അയാളുടെ കൂടെ നിന്ന ആൾക്കാരും ആ പട്ടാളവും ഒക്കെ നിൽക്കുകയാണ്. ആരായാലും ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെന്റ് ഇവിടെ വരണം. ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന യുഎൻഎസിന് ശേഷം വന്നിരിക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ സാന്നിധ്യം ഇവിടുന്ന് ഒഴിവായി പോയാൽ മതിയാകത്തു എന്നുള്ള ഒരു നീക്കമാണ്. ഏതായാലും പെട്ടു. ഹിന്ദുവിനെ പഴയ തൊട്ടു, യുഎൻഎസിന് പണി കിട്ടി എന്ന് വേണം പറയാൻ. ഹിന്ദുവിനെ തൊട്ടാൽ പഴയ ഒരു അവസ്ഥയല്ല, അതിനകത്ത് ഹിന്ദു ഉണർന്നിരിക്കുന്നു. ആരുടെയൊക്കെയോ സപ്പോർട്ട്, ഒരുപക്ഷെ ഇന്ത്യ പരസ്യമായിട്ട് അതിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഹിന്ദുവിനെ തൊട്ടിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ ശക്തമായി പ്രതികരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ബംഗ്ലാദേശിനെ വളഞ്ഞിട്ടടിക്കുന്നു എന്ന് വേണം കരുതാൻ. യെസ്, അതാണ്. ഗിൽഗിത്തിലെ ദുർഗാ ക്ഷേത്രം പൊളിച്ചതുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശ് സർക്കാരിന് തന്നെ ആ നടപടി തിരിച്ചടിക്കുന്നു. സർക്കാരിന് തന്നെ അത് വലിയ ദോഷമായി ഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഹിന്ദുക്കളെല്ലാം ഈ മതമൗലികവാദികൾ എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരെ അവർക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത്. ബംഗ്ലാദേശിന്റെ ആഭ്യന്തര വിഷയമായിരുന്നു അതെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെ ഇന്ന് ഈ ഗിൽഗിത്തിൽ നടത്തിയിരിക്കുന്ന ഈ ഒരു ക്ഷേത്രം പൊളിച്ചു നീക്കിയ സംഭവത്തെ അപലപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.